ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഒഴിഞ്ഞിരിക്കുന്ന എന്തോത്തിനാണ്. നമ്മൾ പിന്നെയും ഒരു സർപ്രൈസ് ആയിട്ടുള്ള അടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. വെളിയിലോട്ട് ഇറങ്ങുകയാണ്. യേശു ഞാൻ തന്നെയാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ലുലുവിലാണെങ്കിൽ പ്രോഗ്രാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കാർ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഈ ലുലുവിൽ തന്നെയാണ് പ്രോഗ്രാം ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ലുലുവിലാണെങ്കിൽ കാർ എടുത്തോണ്ട് പോയി. നമ്മളപ്പോൾ ലുലുവിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ലുലുവിലാണ് പ്രോഗ്രാം. എനിക്ക് ഓൾറെഡി ഞാൻ 3 വട്ടമാണ് ഈ പറയുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തീരെടുത്ത് നിൽക്കുകയായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുത്ത കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ മാജിക് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ചൂട് കിട്ടുന്നില്ല കേട്ടോ. ഈ കാറ്റിങ് എടുത്തുകൊണ്ട് പോവുകയാണ്. എല്ലാവരും കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു ഈ സൗദിയിൽ. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കോട്ട് ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. ഞാൻ വരെയാണ് ഈ ബിഗ് എന്ന് പറയുന്നൊരു കരടിയുടെ പോലെ ഇരിക്കുന്ന ഒരു കോട്ടൊക്കെയാണ് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പക്ഷെ ഞാൻ ഈ ഫുഡ് കടയെല്ലാം നോക്കുകയായിരുന്നു. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വിശക്കുന്നോണ്ടേ ഞാൻ നോക്കുകയായിരുന്നു എന്തോ കടയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ഈ ലുലു ആണെങ്കിൽ ഞാൻ കയറണമെന്ന് വിചാരിക്കുമായിരുന്നു. അകത്തോട്ട് കയറണോ വേണോന്ന്. എന്താന്ന് പറഞ്ഞാൽ അമ്മ പക്ഷെ ലാസ്റ്റ് നമ്മൾ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ലുലുവിലാണെങ്കിൽ അകത്ത് എനിക്ക് സാധനങ്ങളൊന്നും മേടിക്കാനില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അകത്തൊന്നും കയറിയില്ല. പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് ഇത്രയും പ്രോഗ്രാമൊക്കെ കണ്ടു. ഞങ്ങൾക്ക് ഈ പാട്ട് എന്തുവാന്ന് പോലും മനസ്സിലായില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇത് വേറെ ഏതാണ്ടൊരു ഭാഷയാണ് ഗൈസ്. എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്ക് ബോറടിച്ചിട്ട് ഞാൻ ഈ ബൗൺസി ഹൗസ് കയറി കേട്ടോ. ഞാൻ ചെരുപ്പ് ഒക്കെ ഊരാതെ ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ ചെരുപ്പ് ഊരിയിട്ട് അങ്ങ് പോയി. ചെരുപ്പ് ഊരിയിട്ട് പോയി ഓടി അങ്ങ് കയറി. അമ്മമ്മ കളിച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ അപ്പുറത്ത് തന്നെ ഒരു ലിസേർഡ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ തലയിലൊക്കെ തൊട്ട് അത് അനങ്ങുന്ന പോലില്ലായിരുന്നു. ഞാൻ പേടിച്ചു പോയി. പക്ഷേ എന്താണ് അനങ്ങാത്തതെന്ന് പറഞ്ഞുകൊണ്ട് എന്താ അനങ്ങാത്തതെന്ന് എനിക്കൊരു ക്ലൂ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കൊട്ടിയൊക്കെ നോക്കി, എന്നിട്ടും അനങ്ങുന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് കൈയൊക്കെ അനങ്ങിയായിരുന്നു. ഇങ്ങനത്തെ കൈയായിരുന്നു, കാണിക്കുന്ന പോലത്തെ കൈയാണ്. പിന്നെ അവിടെ ഒരു വലിയ പാമ്പ് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ കുഞ്ഞി നോക്കിയപ്പോഴാണ് ഞാൻ പേടിച്ചു പോയി. അപ്പം ഞാൻ അപ്പുറത്തേനകത്ത് പോയപ്പം അതൊരു ലിസേർഡാണ്. കളർ ചേഞ്ചിങ് ലിസേർഡ് നിങ്ങൾക്കറിയാവോ? അതുപോലത്തെ ലിസേർഡാണ് ഇവിടെ ഉള്ള. 2 ലിസേർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞ് ലിസേർഡും പിന്നെ ഏതാണ്ടൊരു കുണ്ടളപ്പുരയുടെ പോലെ ഇരിക്കുന്നൊരു സാധനമാണ് ഗൈസ്. കറുത്ത പുരുവൊക്കെ ഇല്ലേ, അതുപോലെ എനിക്ക് പേടിച്ചു പോയി കേട്ടോ. അതെന്തോ പാമ്പാന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പാമ്പല്ലായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് തന്നെ ആണെങ്കിൽ ഒരു എന്താ പറയുക ഫ്രോഗ് ഉണ്ടായിരുന്നു. നമ്മളുടെ ലിസേർഡിൻ്റെ ഒരു ബോക്സിൻ്റെ മേളിൽ ഒരു ലിസേർഡിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അപ്പുറത്തോട്ട് പോയപ്പോൾ അതാണ്ട് പിന്നെ ഒരു കുഞ്ഞ് ആടിനെ കിട്ടി കാശ് നമുക്ക്. ഞാൻ തൊടാൻ പേടിയായിരുന്നു ആദ്യം. എല്ലാവരും തൊടുന്നതൊക്കെ കണ്ട് അപ്പം ഞാനും തൊട്ട് കേട്ടോ. അപ്പം ഞാനതിനെ ഇങ്ങോട്ടങ്ങാക്കിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി കേട്ടോ.
പിന്നെ ആണെങ്കിൽ അയാൾ അച്ഛൻ പറഞ്ഞു ആടിനെ പിടിക്കാൻ. അപ്പം ഞാൻ ആടിനെ അങ്ങ് പിടിച്ചു. എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയൊക്കെ പിടിക്കണ്ടേന്നൊന്നും. അപ്പം ഞാൻ പിടിച്ചോണ്ടിരിക്കുവാണ്. അതിൻ്റെ വയറ്റി കുഞ്ഞിക്ക് ഉണ്ടെന്നാണ് വിചാരം. എന്താന്ന് പറഞ്ഞാൽ ഈ കൊമ്പൊക്കെ കട്ടിയായിട്ടാണ് വളർന്നേക്കുന്നത്. വയർ കുലുങ്ങുന്നുണ്ടായിരുന്നു, എൻ്റെ കാലൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. പിന്നെ അപ്പുറത്ത് ആൾക്കും കൊടുത്തു, അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞ്. പിന്നെ അപ്പുറത്തൊരു കുഞ്ഞ് ബേബി ആടുണ്ടായിരുന്നു, ഇതിനെക്കാട്ടി ബേബിയാണ്. അതുകൊണ്ട് അത് എൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. അതുകൊണ്ട് അമ്മ തൊട്ടിട്ട് പേടിയായിരുന്നു അത് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചു, കടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊരു ജീവിനെ പേടിയില്ലായിരുന്നു വിചാരിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ ഈ ജീവികൾ എനിക്ക് അതിനെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അവർ നമ്മളെ അങ്ങനെ തന്നെ നോക്കും. അപ്പോൾ കോഴി ഉണ്ടായിരുന്നു, അതിന് ഒത്തിരി പൂടയുള്ളതൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി പൂടയായിരുന്നു. പിന്നെ ആമ ഉണ്ടായിരുന്നു, പിന്നെ റാബിറ്റ്സ്. ഞാൻ അതിനെ തൊടണം പിടിക്കണമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതൊക്കെ ചാടിപ്പോവായിരുന്നു ഗൈസ്. അപ്പം പിന്നെ നമ്മൾ അപ്പുറത്തേനകത്ത് പോയപ്പോൾ ഇതാ ഒരു കുഞ്ഞു കിളി. എങ്ങനത്തെ കിളിയാന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇങ്ങനത്തെ കിളി ഒരു താറാവിൻ്റെ പോലെ ഇരിക്കുമായിരുന്നു. ഒരു കറുത്ത മൈനയുടെ പോലെ ഇരിക്കുന്ന ഒരു കിളിയോടെ ഉണ്ടായിരുന്നു. അപ്പം ആ കിളീനെ നോക്കിയപ്പോൾ അപ്പുറത്ത് ഒന്നും കാണുന്നില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു കുട്ടാപ്പി അവിടെ ഇരുന്ന് ഒളിച്ചിരിക്കുമായിരുന്നു. ഞാനൊക്കെ അപ്പുറത്തൊക്കെ പോയി അതിൻ്റെ ഇത് പൂടയൊക്കെ തൊട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ജീവി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പട്ടീനെയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ അപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു പൂച്ചേനെ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ പൂച്ചേനെ നോക്കി പോയതാണ്. ഞാൻ കിൻഡർ ജോയാണ് കഴിക്കുന്നത്, പൂച്ചയുടെ സാധനമൊന്നുമല്ല കഴിക്കുന്നത് കേട്ടോ. ഒരാൾ ഉറങ്ങും, മറ്റൊരാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുപോലും കാണാൻ പറ്റാത്ത കണ്ണാണ് ഇതിനൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് കണ്ണൊന്നും കാണാൻ പറ്റാത്ത പൂടയായിരുന്നു. പൂച്ചേനെയൊക്കെ തൊട്ടു. ഞാൻ തൊട്ടൊന്നുമില്ല, എന്താന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു തൊടണ്ടെന്നൊക്കെ. ഞാൻ പിന്നെ ഒരു പട്ടീനെ കണ്ടു. ഞാൻ പിന്നെ എനിക്ക് അതിനെ തൊടാതെ എല്ലാം കംപ്ലീറ്റ് ആകത്തില്ല ഗൈസ്. ഒരു കുഞ്ഞു പട്ടീനെ അങ്ങ് തൊട്ട് അതിനെ നിർബന്ധിച്ചൊക്കെയാണ് ഇരുത്തിപ്പിച്ചത്. ഞാനൊക്കെ തൊട്ടു. അതിൻ്റെ കൈയുടെ അടുത്തൊക്കെ വരാൻ നേരത്ത് അച്ചാച്ചൻ എനിക്ക് മതിയെന്നൊക്കെ പറഞ്ഞു. എന്താന്ന് പറഞ്ഞാൽ കടിക്കുന്ന പട്ടിയാണ്, ഇതിന് ട്രെയിനിങ് ഒക്കെ ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ലൈറ്റാണ്. പിന്നെ എനിക്ക് വിശക്കാറൊക്കെ ആയപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി കടയെടുത്തേക്കുമായിരുന്നു. ഞാനൊരു ഉണ്ണിയപ്പം മേടിച്ച് കഴിക്കാനായിരുന്നു കേട്ടോ. പക്ഷെ വേറൊക്കെ ഉണ്ടായിരുന്നു, എന്തോ ചൂസ് ചെയ്യണമെന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ട് ഒരു ഉണ്ണിയപ്പേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.